ഒരുപാട് വിശേഷങ്ങളും പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എൻ്റെ കയ്യിലുണ്ട്. അതായത് മമ്മൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെയാണ്, ആ നടന്റെ കൂടെയാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. നമ്മൾ ആക്ടർ എന്ന രീതിയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ മമ്മൂക്ക എങ്ങനെയായിരിക്കും? ഞാൻ ഇത് മറ്റും പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈം ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ഫിനോമിനൻ കണ്ടത് മമ്മൂക്കാണ്. ബിക്കോസ് അവിടെ പോകുമ്പോൾ എനിക്കിങ്ങനെ ഇത്ര ഒരു സ്റ്റാഫ്, അവർ ചുറ്റും ഒരു 5-6 ആൾക്കാരും, ഒരാള് പെർഫ്യൂം ചെയ്യുക, ഒരാള് കുർത്ത റിമൂവ് ചെയ്യുക, ഇന്നൊരാൾ അത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ രാവിലെ വരുമ്പോൾ എല്ലാവരും അവർക്ക് റിസീവ് ചെയ്യാൻ സ്പോട്ടിൽ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം ഇപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ടർ അല്ല സൂപ്പർ സ്റ്റാർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു നമുക്ക്. എനിക്ക് ട്രെയിനിങ് കൊടുക്കായിരുന്നു ഡയലോഗിലെല്ലാം. ആൻഡ് ഇത് ഞാൻ പറയണം, അൺയൂഷ്വലൈസാണ് മമ്മൂക്കാവിൻ്റെ സത്യം. എനിക്ക് അവർ അടുത്ത് പോകുമ്പോൾ ഒരു കണ്ടപ്പോൾ എനിക്ക് ഉള്ളൊരു ധഗ് 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 ഒരു മാതിരി ഐ ഗെറ്റ് നെർവസ്. വെരി പവർഫുൾ ഐസ് ആൻഡ് ഒരു I can say because the first shot was like that. He's got like a blue ring around. I think you would have seen it in photos, but angane when you notice, valara powerful eyes aana Mammookka inde, and of course very very handsome man. Yes, very handsome man. So ആ ഓറ ഉണ്ട്. ഇപ്പൊ ഞാനൊരു ചുമ്മാ ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ലക്ഷ്മിക്ക് ഒരു അവസരം വരികയാണ്, ടൈറ്റാനിക്കിലെ റോസ് ആയിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. ഇന്ത്യയിൽ നിന്നാണ് അവര് ലക്ഷ്മിയെ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു ജാക്കിനെ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഏതൊരു ആക്ടറിനെ ചൂസ് ചെയ്യും? എന്റെ പേര് പറയില്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ഭയങ്കര പാടാണ്. അതെ അതെ രൺബീർ കപൂർ. രൺബീർ കപൂർ, സൂപ്പർ. അത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഒരു ലിയോനാർഡോ ഡികാപ്രിയോയുടെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. താങ്ക് യു. ഞാൻ ആ സിനിമയിലുണ്ടാവും. ലാസ്റ്റ് വന്നിട്ട് വിസിലടിച്ചിട്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ, എനിക്കും കൂടെ അവസരം നീ ജാക്ക് റോസ് ശരി, മണിക്കൂട്ടൻ അവസരം. മണിക്കൂട്ടനാണ് ജാക്ക് ആയിട്ട് അവരെ വിളിച്ചത് കേരളത്തിൽ നിന്ന്. മണിക്കൂട്ടനെ ജാക്ക് ആയിട്ട് വിളിച്ചു. അപ്പൊ മണിക്കൂട്ടനെ ആരെയായിരിക്കും റോസ് ആയിട്ട് വിളിക്കുക? അയ്യോ, അതാര്? ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് ആരെയായിരിക്കും? കേരളത്തിൽ നിന്ന് ലക്ഷ്മിക്ക് കൊടുക്കുമ്പോ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. എനിക്ക് മാത്രം കേരളത്തിൽ നിന്ന്. ഇനി ഞാൻ ഒരാളെ പേര് പറഞ്ഞിട്ട് വേണം ഇതാവാനായിട്ട്. കേരളത്തിൽ എന്താ ആരും ഇല്ലേ? കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരാളെ പേര് മാത്രമായിട്ട് പറഞ്ഞുകൂടാ. അഭിനേത്രി നിലവിൽ നിലവിൽ അല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ആക്ട്രസ് ആ സമയത്ത് റോസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ട്രസ് അന്ന് ഒരുപക്ഷെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, മീൻസ് ആ ടൈമില് ഞാൻ ശോഭന മാമിന്റെ പേര് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ കാര്യം ചോദിച്ചു, ഇപ്പൊ നിലവിലുള്ള മനസ്സിലെ സ്നേഹം ഇപ്പോഴും ആ മാമിനെ ആ ഒരു സൗന്ദര്യത്തിൽ തന്നെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഹണി റോസ്, ആ റോസ് ചിലപ്പോ ഹണി റോസ്. ഞാൻ പറഞ്ഞില്ല. ഇന്ത്യന്നാണെങ്കിൽ ഏത് നടിയെ തെരഞ്ഞെടുക്കും? ഇന്ത്യന്നാണെങ്കിൽ ഏത് ആക്ട്രസ്? ഇന്ത്യന്നാണെങ്കിൽ ദീപിക പദുക്കോൺ. ദീപിക പദുക്കോൺ ആൻഡ് മണിക്കൂട്ടൻ, സൂപ്പർ പെയർ. നമ്മള് അതില് ഹണി ഈ പറഞ്ഞ പോലെ, സോറി, അതില് ജാക്ക് റോസിന് ഇങ്ങനെ നോക്കിയില്ലേ, ഞാൻ ദീപിക പദുക്കോൺ ഇങ്ങനെ. എനിക്ക് കപ്പലിൽ നിന്ന് മുകളിലോട്ട് നോക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഓക്കെ, പക്ഷെ എന്തായാലും അങ്ങനെ ഇതിപ്പോ നമ്മൾ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. പക്ഷെ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? സംഭവിക്കുമ്പോൾ എന്നെ വിളിക്കുക. മൈ ഫോൺ നമ്പർ ഈസ് 2255.